നമ്മുടെ സ്വന്തം ഭൂമി. വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്നേ വരെ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സവിശേഷതകളുള്ള ഗ്രഹം, ജീവൻ്റെ തുടിപ്പുകൾ ഉള്ള ഗ്രഹം. നമ്മൾ വസിക്കുന്ന ഈ ഭൂമി 460 കോടി വയസ്സ് പ്രായമുള്ള ഒരുപാട് പഴക്കം ചെന്ന ലോകമാണ്. ഇതിനോടകം ഭൂമിയിൽ പല കാലഘട്ടങ്ങളും കടന്നുപോയി കഴിഞ്ഞു. വെറും പൊടിപടലം മാത്രമായിരുന്ന കാലം, ഉപരിതലം മുഴുവൻ ലാവയൊഴുകി നടന്നിരുന്ന കാലം, ഭൂമി മുഴുവൻ മഞ്ഞുമൂടി ഒരു മഞ്ഞുകട്ടയായി മാറിയ കാലം, ഒരു ജീവൻ പോലുമില്ലാതെ ശൂന്യമായി കിടന്നിരുന്ന കാലം, ദശലക്ഷക്കണക്കിന് വർഷക്കാലത്തോളം തോരാതെ മഴ പെയ്തിരുന്ന കാലം, ഭീകരജീവികൾ അധിവസിച്ചിരുന്ന കാലം, നമ്മൾ മനുഷ്യർ ഈ ഭൂമിയെ മുഴുവൻ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം, കടന്നുപോയ 460 കോടി വർഷങ്ങൾ. ഈ നീണ്ട കാലഘട്ടങ്ങളിൽ ഭൂമിക്ക് സംഭവിച്ച പരിണാമങ്ങൾക്കിടയിൽ ജീവൻ്റെ കണിക ആദ്യമായി രൂപം കൊണ്ടതും അത് ബഹുകോശ ജീവികളായി മാറിയതും, ഭൂമി മുഴുവൻ ജീവൻ പരന്നതും അത് ഭീകരജീവികളായി മാറിയതും, അങ്ങനെ പരിണാമം സംഭവിച്ച് നമ്മളായി മാറിയതുമെല്ലാം എങ്ങനെയായിരിക്കും? ഏകദേശം 360 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. ഇപ്പോൾ ഭൂമി രൂപം കൊണ്ടിട്ട് ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യത്തേതുപോലെ തന്നെ അപ്പോഴും ഭൂമിയിൽ നിരന്തരം ഉൽക്കകൾ വന്ന് പതിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ഉൽക്കകളും വന്ന് വീഴുന്നത് സമുദ്രജലത്തിലാണ്. ഉൽക്കകളിലുള്ള ധാതുക്കളും വാതകങ്ങളും അമിനോ ആസിഡുകളുമെല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. നാളുകൾ കഴിയുന്തോറും അത് ഭൂമിയിലെ സമുദ്രം മുഴുവൻ പരന്നു. ധാതുക്കളും രാസവസ്തുക്കളും മൂലം ജലം മുഴുവൻ കെമിക്കൽ ലായനി പോലെയായി മാറി. ഈ ധാതുക്കളെല്ലാം കൂടിച്ചേർന്ന് 360 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ജീവൻ്റെ കണികകളുണ്ടായി. എന്നാൽ അന്ന് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവൻ നിലനിന്നത്. അനൈറോബസ് എന്ന ഒരുതരം ഏകകോശ ജീവികളായിരുന്നു അവ. ഭൂമിയിലെ ജീവൻ്റെ ആദ്യത്തെ രൂപമായ അനൈറോബസ് എന്ന ഏകകോശ ജീവികൾക്ക് ജീവൻ നിലനിർത്തുന്നതിന് പ്രകാശം അത്യാവശ്യമായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചത് ജലത്തിനുള്ളിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ പ്രകാശത്തിന് എത്തിച്ചേരാൻ സാധിക്കാത്ത ആഴക്കടലുകളിൽ അവയ്ക്ക് ജീവിക്കുവാൻ സാധ്യമായിരുന്നില്ല. അവ കൂടുതലും കാണപ്പെട്ടിരുന്നത് തീരപ്രദേശങ്ങളിലായിരുന്നു. തീരപ്രദേശങ്ങളിൽ സൂര്യനിൽ നിന്നും ഭൂമിക്കടിയിലുള്ള ധാതുക്കളിൽ നിന്നും ഊർജം കണ്ടെത്തി അവർ ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി. 20 കോടി വർഷങ്ങൾ കഴിഞ്ഞു. 20 കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾ ഭൂമിയിൽ രൂപം കൊണ്ടു. പ്രകാശ സംശ്ലേഷണമെന്ന ഈ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെടുന്നത് ഓക്സിജനാണ്. ആർക്കിയൻ യുഗത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഈ ബാക്ടീരിയകൾ സമുദ്രങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു. അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ നിറയാൻ തുടങ്ങി. അന്ന് അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടായിരുന്നത് മീഥൈൻ വാതകമായിരുന്നു. ഈ മീഥൈൻ വാതകം മൂലമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിന്നിരുന്നത്. എന്നാൽ ഓക്സിജൻ നിറഞ്ഞതോടെ ഓക്സിജനും മീഥൈനും തമ്മിൽ കൂടിച്ചേരുകയും രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി കാർബൺ ഡൈ ഓക്സൈഡും ജലവും രൂപം പ്രാപിക്കുകയും ചെയ്തു. അതോടെ മീഥൈൻ്റെ അളവ് ഗണ്യമായി കുറയാൻ തുടങ്ങി. അങ്ങനെ മീഥൈൻ്റെ അഭാവത്തിൽ ഭൂമി വീണ്ടും തണുത്തു. ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾക്ക് പരിണാമങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലാണ് ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള മൾട്ടി സെല്ലുലാർ ജീവികൾ ഉണ്ടാകുന്നതും അവ ലോകം മുഴുവൻ വ്യാപിക്കുന്നതും. അതിനോടൊപ്പം അന്തരീക്ഷത്തിൽ ഓക്സിജൻ നിറയാൻ തുടങ്ങിയതോടെ അതുവരെ അന്തരീക്ഷത്തിൻ്റെ ചൂട് നിലനിർത്തിയിരുന്ന മീഥൈൻ്റെ അളവ് വളരെ പെട്ടെന്ന് കുറഞ്ഞു. അങ്ങനെ 1000 വർഷങ്ങൾ കൊണ്ട് ഭൂമിയുടെ താപനില ഏകദേശം -60 ഡിഗ്രി സെൽഷ്യസ് വരെ താണു. ഭൂമി മുഴുവൻ തണുത്തുറയാൻ തുടങ്ങി. ഭൂമി മഞ്ഞുകട്ടയായി മാറിയപ്പോഴും വലിയ മരുഭൂമിയായി മാറിയപ്പോഴുമെല്ലാം ഭൂമിയിലെ സമുദ്രത്തിനുള്ളിൽ ജീവൻ അതിജീവിച്ചുകൊണ്ടേയിരുന്നു. അന്നും ഭൂമിയിൽ ജീവൻ നിലനിന്നിരുന്നത് ജലത്തിനുള്ളിൽ മാത്രമായിരുന്നു. കാരണം സൂര്യനിൽ നിന്നും വരുന്ന അതിശക്തിയേറിയ റേഡിയേഷൻ നിമിത്തം അവയ്ക്കൊന്നും കരയിൽ കയറുവാൻ സാധിച്ചിരുന്നതേയില്ല. ഏകദേശം 60 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ്റെ മാരക കിരണങ്ങളിൽ നിന്നും ഒരു പുതപ്പിനെ പോലെ ഭൂമിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓസോൺ പാളി രൂപം പ്രാപിച്ചു.
കാലങ്ങൾ കഴിയുന്തോറും ഓസോൺ പാളിയുടെ കട്ടി കൂടിക്കൂടി വന്നു. അങ്ങനെയൊരു സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രൊട്ടറോസോയിക് യുഗത്തിൻ്റെ അവസാന കാലത്ത് ജീവൻ കടലിൽ നിന്നും കരയിലേക്ക് കയറി വന്നു. പായലുകളും ചില സൂക്ഷ്മജീവികളുമായിരുന്നു ആദ്യം കരയിൽ കയറിയത്. അങ്ങനെ ജീവൻ സമുദ്രത്തിലേതുപോലെ തന്നെ കരയിലും വ്യാപിക്കാൻ തുടങ്ങി. ജീവൻ ജലത്തിൽ നിന്നും കരയിലേക്ക് കയറി തുടങ്ങി എങ്കിലും അവയെല്ലാം തീരപ്രദേശങ്ങളിൽ ജീവിക്കുന്നവയായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ജലത്തിൻ്റെ സാന്നിധ്യമുള്ള തീരപ്രദേശങ്ങളിൽ മണ്ണിൽ നിന്നും സസ്യങ്ങൾ മുളച്ചു പൊങ്ങാൻ തുടങ്ങി. ജലത്തിൽ ഉത്ഭവിച്ച ജീവൻ ഈ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സമുദ്രത്തിനുള്ളിൽ വലിയ തോതിൽ സങ്കീർണമായി പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 55 കോടി വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർണമായ ബഹുകോശ ജീവികൾ സമുദ്രത്തിനുള്ളിൽ രൂപം പ്രാപിച്ചു. കടലിൻ്റെ അടിഭാഗത്ത് മുളച്ചു പൊങ്ങുന്ന സസ്യങ്ങളെ ചുറ്റിപ്പറ്റി അവ ജീവിച്ചു. കാലങ്ങൾ കഴിയുന്തോറും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നതിനോടനുസരിച്ച് വലിപ്പമുള്ള വലിയ ജീവികളായി അവയെല്ലാം പരിണമിച്ചു. ഏകദേശം 52 കോടി വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനടിയിൽ ജീവിച്ചിരുന്ന വിചിത്ര ജീവിയാണ് അനോമിലോക്യാരിസ്. വലിപ്പമേറിയ കണ്ണുകളും ധാരാളം പല്ലുകളോടുകൂടിയ വളഞ്ഞ കൊമ്പുകളുമുള്ള ഈ ഭീകരജീവിയുടെ നീളം 2 മീറ്ററിലും കൂടുതലായിരുന്നു. അക്കാലത്തെ കടലിലെ വലിയ വേട്ടക്കാരനായിരുന്നു ഇവൻ. കടലിനടിയിൽ ജീവിച്ചിരുന്ന 1.5 ഇഞ്ച് മാത്രം നീളമുള്ള നട്ടെല്ലുള്ള പിക്കായെ എന്ന ജീവിയാണിത്. ഒരുപക്ഷെ നട്ടെല്ലുള്ള ആദ്യത്തെ ജീവികളിൽ ഒന്നായിരിക്കാം പിക്കായെ. ഇതിനു പുറമെ ചിപ്പികളെപ്പോലുള്ള ബ്രാക്കിയോപോഡ്സ്, പലതരത്തിലുള്ള മത്സ്യങ്ങൾ, അങ്ങനെ സമുദ്രത്തിൽ ധാരാളം ജീവജാലങ്ങളുണ്ടായിരുന്നു. ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുമ്പ് കരയിൽ സങ്കീർണമായ രീതിയിൽ ജീവൻ പരിണമിച്ചു തുടങ്ങി. മണ്ണിരയെപ്പോലെയുള്ള നീമോഡെസ്മസും കാബിസാരീസുമാണ് ആദ്യം കരയിലെത്തിയത്. ഏകദേശം 40 കോടി വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനുള്ളിൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിവുള്ള ജീവികൾ പരിണമിച്ചു. ലോപ്ഫിൻ എന്ന മീനുകളിൽ നിന്നുമാണ് അവ രൂപം കൊണ്ടത്. അവരുടെ കട്ടിയേറിയ ചിറകുകൾ കാലുകളായി മാറി. അങ്ങനെ വെള്ളത്തിൽ നീന്തുവാനും കരയിലൂടെ നടക്കുവാനും കഴിവുള്ള ടെട്രാപ്ലോഡ്സ് എന്ന ജീവികളായി അവ പരിണമിച്ചു. തങ്ങളുടെ കാലുകൾ ഉപയോഗിച്ച് അവ ജലത്തിൽ നിന്നും കരയിലേക്ക് കയറി. എന്നാൽ കരയിൽ അധിക സമയം ജീവിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അവർ തിരികെ വെള്ളത്തിലേക്ക് തന്നെ പോയി എങ്കിലും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അവർ കരയിൽ ജീവിക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് കരയിൽ വലിയ തോതിൽ സങ്കീർണമായ ജീവജാലങ്ങൾ വ്യാപിച്ചു തുടങ്ങിയത്. തീരപ്രദേശത്ത് നിന്നും കരഭാഗങ്ങളിലേക്ക് ആദ്യമായി സസ്യങ്ങൾ വളർന്നു തുടങ്ങിയതും ഇതേ സമയത്ത് തന്നെയാണ്. അന്നത്തെ അന്തരീക്ഷത്തിൽ 31% ഓക്സിജൻ മാത്രമായിരുന്നു. ഇന്നത്തെ ഓക്സിജനേക്കാളും എത്രയോ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അന്ന് ജീവിച്ചിരുന്ന ജീവികൾക്കെല്ലാം ഭീകരമായ വലിപ്പമുണ്ടായിരുന്നു. അന്ന് കരയിൽ ജീവിച്ചിരുന്നതിൽ കൂടുതലും പ്രാണികളും ഇഴജന്തുക്കളുമാണ്. എന്നാൽ അവയുടെ രൂപം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. ഇന്നത്തെ ഈ കുഞ്ഞൻ ജീവികളെല്ലാം അന്നത്തെ ഭീമൻ ജീവികളായിരുന്നു. ഭൂമിയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാണികളായിരുന്ന മെഗാ ന്യൂറോപ്സിസ്, 1 മീറ്ററിലും കൂടുതൽ നീളമുണ്ടായിരുന്ന ഭീമൻ തേളുകൾ, 2.5 മീറ്ററോളം നീളമുണ്ടായിരുന്ന ആർത്രോപ്ലൂറ എന്ന വലിയ അട്ട. ഈ സമയത്ത് കരയിലും ജലത്തിലും വലിയ തരത്തിൽ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യമായി ജലത്തിൽ നിന്നും കരയിലേക്ക് കയറിയ ടെട്രോപ്ലോഡ്സിൽ നിന്നും ഉഭയജീവികൾ പരിണമിച്ചു. ഏകദേശം 32.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉഭയജീവികളിൽ നിന്നും ഉരകജീവികൾ രൂപം പ്രാപിച്ചു. പിന്നീട് ഭീമൻ ദിനോസറുകൾ വരെയായി മാറിയ ഈ ഉരകജീവികൾ അന്നത്തെ കുഞ്ഞന്മാരായിരുന്നു. പാലിയോസോണിക് കാലത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഉരകജീവികളായിരുന്നു. അവയിൽ 4 മീറ്ററിലും കൂടുതൽ വലിപ്പമുണ്ടായിരുന്ന ഡിമെട്രഡോസ് എന്ന ഉരകജീവിയായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും ഭീകരജീവി. അവരോടൊപ്പം വളരെ വലിപ്പം കുറവായ ഓന്തിനെ പോലുള്ള ജീവികളും ഉണ്ടായിരുന്നു. അനേകം വർഷങ്ങളോളം ഈ ഭൂമി അവരുടേത് മാത്രമായിരുന്നു. ട്രയാസിക് കാലത്തിൻ്റെ ആരംഭത്തിൽ കടൽ ജീവികൾ വളരെ കുറവായിരുന്നു. നാളുകൾ കഴിയുന്തോറും അവയ്ക്ക് പരിണാമങ്ങൾ സംഭവിച്ചു. പലതരത്തിലുമുള്ള മത്സ്യങ്ങൾ, സ്രാവുകൾ, ചിപ്പികൾ, ആർത്രോപോഡ്സ്, അങ്ങനെ പലതരം ജീവജാലങ്ങൾ സമുദ്രത്തിൽ മുഴുവൻ വ്യാപിച്ചു. ട്രയാസിക് കാലത്തിൻ്റെ തുടക്കത്തിൽ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഉരകജീവികളിൽ നിന്നുമാണ് ആമകളും പിന്നീട് കടലാമകളും പരിണമിച്ചത്.
ഈ സമയങ്ങളിൽ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നത് ഉരഗജീവികളായിരുന്നു. അവരിൽ പലരും തീരപ്രദേശം വിട്ട് കടലിൽ ജീവിക്കാൻ തുടങ്ങി. എത്തിയോസോറസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആ ജീവികൾക്ക് പലതരത്തിലുമുള്ള പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. അവ ലോകത്തിലെ സമുദ്രം മുഴുവൻ വ്യാപിച്ചു. ട്രയാസിക് കാലഘട്ടത്തിൽ എത്തിയോസോർസ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളായിരുന്നു സമുദ്രത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത്. ഒരുപാട് നീളം കൂടിയ കഴുത്തും തലയും വായിൽ നിറയെ കൂർത്ത ഭീകരമായ പല്ലുകളും കട്ടി കൂടിയ തൊലിയുമുള്ള വേട്ടക്കാരനായ നോദോസോറസ്. 20 മീറ്ററിലും കൂടുതൽ നീളവും 75,000 കിലോഗ്രാമോളം ഭാരവും നീണ്ടു കൂർത്ത ചുണ്ടുമുള്ള ശാസ്താസൗറസ്. ഇവയായിരുന്നു ഈ വിഭാഗത്തിലെ ഏറ്റവും ഭീകരജീവികൾ, സമുദ്രത്തിലെ മറ്റു ജീവജാലങ്ങളുടെ പേടി സ്വപ്നം. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ പകുതിയായപ്പോഴാണ് മരങ്ങളുണ്ടാകുന്നതും അവയ്ക്ക് ഉയരം വയ്ക്കുന്നതും. സമുദ്രത്തിലേതുപോലെ തന്നെ കരയിലും ജീവൻ പരിണമിക്കാൻ തുടങ്ങി. ആ വലിയ വംശനാശത്തെ അതിജീവിച്ച് അന്ന് കരയിലുണ്ടായിരുന്നതും വ്യത്യസ്ത തരത്തിൽ പരിണാമങ്ങൾ സംഭവിച്ച ഉരഗജീവികൾ തന്നെയാണ്. അന്ന് കരയിലും വെള്ളത്തിലും ജീവിച്ചിരുന്ന മറ്റു ജീവജാലങ്ങളുടെ എല്ലാം പേടി സ്വപ്നം ആർക്കോസൗറസ് എന്ന മുതലകളുടെ ഈ പൂർവികരെയായിരുന്നു. അവരായിരുന്നു അന്നത്തെ ഏറ്റവും ഭീകരന്മാരായ ജീവി. 8 മീറ്ററിലും കൂടുതൽ നീളമുണ്ടായിരുന്ന കാർണോഫേസ് കരോളിനസ്. ഈ ജീവികൾ ഇന്നത്തെ മുതലകളെ പോലെ ആയിരുന്നില്ല. അവയ്ക്ക് മുതലകളുടെ അത്രയും നീളമുണ്ടായിരുന്നുമില്ല. എന്നാൽ 2 കാലിൽ നിവർന്നു നടക്കാൻ കഴിവുള്ള ദിനോസറുകളുമായി സാമ്യമുള്ള ജീവികളായിരുന്നു. ഈ ഉരഗജീവികളെല്ലാം മുട്ടയിട്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഈ ആർക്കിയോസൗറസുകളാണ് ദിനോസറുകളുടെയും പക്ഷികളുടെയും ഇന്നത്തെ പല ജീവജാലങ്ങളുടെയും പൂർവികർ. ഇതുപോലെ മുതലവർഗത്തിൽപ്പെടുന്ന അനേകം ഭീകര ഉരഗജീവികളും അന്നുണ്ടായിരുന്നു. ഇവരെല്ലാമാണ് അന്ന് കരയെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നത്. കരയിലും വെള്ളത്തിലും എന്ന പോലെ തന്നെ ആകാശത്തെയും അടക്കി ഭരിച്ചിരുന്നത് അതിഭീകരന്മാരായ ഉരഗജീവികൾ തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഉണ്ടായിരുന്നത് ടൈറോസോർസ് എന്നറിയപ്പെടുന്ന പറക്കുന്ന ഉരഗജീവികളാണ്. ആദ്യമുണ്ടായിരുന്ന ടൈറോസോറുകൾ ഡെമറോഫോറസ് വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞന്മാരായിരുന്നു. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ടൈറോസോറുകൾ ഈ ഭൂമിയിൽ മുഴുവൻ പറന്നു നടന്നിരുന്നത്. പല ടെറോസോറുകൾക്കും ശരീരത്തേക്കാൾ വലിപ്പമുള്ള തലയും പേടിപ്പെടുത്തുന്ന കൂർത്ത ചുണ്ടുമുണ്ടായിരുന്നു. കരയിലെയും വെള്ളത്തിലെയും ജീവജാലങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു പറന്നു നടക്കുന്ന ഈ ഭീകരന്മാർ. അങ്ങനെ ടെറാസിക് കാലഘട്ടത്തിൽ മുഴുവനും വെള്ളത്തിൻ്റെയും കരയുടെയും ആകാശത്തിൻ്റെയും അധിപന്മാർ ഈ ഭീകര ഉരഗജീവികൾ തന്നെയായിരുന്നു. ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ കാലാവസ്ഥയിൽ വലിയ തോതിൽ മാറ്റം വന്നു. വറ്റി വരണ്ടിരുന്ന ഭൂമിയിലേക്ക് കോടാനുകോടി വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്യാൻ തുടങ്ങി. ഇതേ സമയത്ത് തന്നെയാണ് ഉരഗരാജാക്കന്മാരായി മാറിയ ദിനോസറുകൾ ആദ്യമായി രൂപം കൊള്ളുന്നത്. രൂപം കൊണ്ട കാലത്ത് ദിനോസറുകൾ വളരെ ചെറുതായിരുന്നു. ഒരു കുഞ്ഞി പൂച്ചക്കുട്ടിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള ഇയറോപ്റ്റസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ദിനോസറുകളാണ് ആദ്യം രൂപം കൊണ്ടത്. പിന്നീട് ആടുകളുടെ അത്രയും വലിപ്പമുള്ള ഹെററാസോറസുകളുണ്ടായി. അങ്ങനെ ആ കുഞ്ഞൻ ദിനോസറുകൾ ഭൂമിയിൽ മുഴുവൻ പെരുകാൻ തുടങ്ങി. ഈ ടെറാസിക് കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ സസ്തനികളുടെ പൂർവ്വപിതാക്കന്മാർ രൂപം കൊണ്ടു. വളരെ വലിപ്പം കുറവായ സൈനോഡോൺസാണ് സസ്തനികളുടെ പൂർവികർ. ശരീരത്തിൽ ശ്വേതരക്തമുള്ള ജീവികളായിരുന്നു അവ. കാലാവസ്ഥാ മാറ്റങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി അവരുടെ ശരീരത്തിൽ നിറയെ രോമങ്ങളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും സസ്തനികളുടെ പൂർവ്വപിതാക്കന്മാരായ ഈ സൈനോഡോൺസ് വ്യാപിച്ചു കഴിഞ്ഞു. അന്നുണ്ടായിരുന്ന മറ്റ് ജീവജാലങ്ങളിൽ നിന്നുമെല്ലാം അവർ പിന്നീട് വളരെ വ്യത്യസ്തരായി മാറി. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം അവർ ശരീരത്തിനുള്ളിൽ ഭ്രൂണത്തെ വളർത്തി കുട്ടികളെ പ്രസവിച്ച് പാലൂട്ടുന്ന തരത്തിലേക്ക് കാലങ്ങൾ കഴിയുന്തോറും പരിണമിച്ചു. എന്നാൽ ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ് മൂലം സസ്തനികളുടെ പൂർവികരിൽ ഭൂരിഭാഗം പേർക്കും ടെറാസിക് കാലത്തിൽ തന്നെ വംശനാശം സംഭവിച്ചു. എന്നാൽ ആ സമയത്തിനുള്ളിൽ തന്നെ സസ്തനികൾക്ക് പരിണാമം സംഭവിച്ചിരുന്നു. സസ്യബുക്കുകളായ അവർ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് 20% ഉയരുകയും
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുകയും ചെയ്തു. ഇതുപോലൊരു മാറ്റം സംഭവിച്ചതോടെ അന്നത്തെ കുഞ്ഞന്മാരായിരുന്ന ദിനോസറുകൾക്ക് വലിപ്പം വയ്ക്കാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും അവർ ഭീകര ജീവികളായി മാറി. അന്ന് ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ആർക്കോസോറസുകൾ എന്ന ഭീകര ജീവികളെ കീഴടക്കി ഭൂമിയിൽ എന്നേക്കുമായി അവർ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉള്ളിലുള്ള സമ്മർദ്ദം അതിശക്തി പ്രാപിച്ചു. അത് ഭൂമിയുടെ പുറന്തോടിനെ കീറി മുറിച്ചു. അങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായിരുന്ന പാഞ്ചിയ പിളർന്നുപോയി. കോടിക്കണക്കിന് വർഷക്കാലത്തോളം ഒരൊറ്റ ഭൂഖണ്ഡം മാത്രമായിരുന്ന പാഞ്ചിയ എന്ന ആ പ്രദേശം പല ഭൂഖണ്ഡങ്ങളായി വേർപിരിഞ്ഞതോടെ ഭൂമിയിലെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തങ്ങളായ ആവാസ വ്യവസ്ഥകൾ രൂപം കൊണ്ടു. അങ്ങനെ ജീവികൾക്ക് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരുന്നു. ദിനോസറുകൾ പാഞ്ചിയ എന്ന ഭൂഖണ്ഡം വിഭജിക്കപ്പെട്ടതോടെ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തപ്പെട്ടു. അതാത് പ്രദേശങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് കാലങ്ങൾ കഴിയുന്തോറും അവയ്ക്ക് വ്യത്യസ്തങ്ങളായ രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഉള്ളം കൈയിലെടുത്ത് പിടിക്കാൻ മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ ദിനോസറുകൾ മുതൽ 70,000 കിലോഗ്രാമോളം ഭാരമുള്ള അതിഭീമൻ ദിനോസറുകൾ വരെ. ചെറിയ പൂച്ചയുടെ അത്രയും വലിപ്പം മാത്രമുള്ള കുഞ്ഞു ദിനോസറുകൾ, സസ്യബുക്കുകളായ സൈറോപോഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന അതിഭീകര വലിപ്പമുള്ള ദിനോസറുകൾ. ഇവർ ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നത്. അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഡിപ്ലോഡോങ്കസ് ലോങ്കസ്, ബ്രാക്കിയോസൗറസ് ഇവയെല്ലാം 70,000 കിലോഗ്രാമോളം ഭാരവും 30 മീറ്ററിൽ കൂടുതൽ നീളവുമുള്ള സൗറോപോഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യബുക്കുകളായ ദിനോസറുകളാണ്. സൗറോപോഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ദിനോസറുകളായിരുന്നു വലിപ്പമുള്ള ദിനോസറുകൾ. അവയിൽ ഏറ്റവും വലിപ്പമുള്ളത് അർജന്റീനോസോറസ് എന്ന ദിനോസറുകൾക്കാണ്. അവയ്ക്ക് 17 ആഫ്രിക്കൻ ആനകളുടെ ഭാരവും 30 മീറ്ററിലും കൂടുതൽ നീളവും ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഈ ദിനോസറുകളുടെ വലിപ്പം നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. മറ്റു ദിനോസറുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്ന ഒരു വിഭാഗമാണ് സ്റ്റെഗോസോറസ് എന്ന ദിനോസറുകൾ. ഇവയ്ക്ക് 30 അടി നീളവും 9 അടി ഉയരവും 3000 കിലോഗ്രാമോളം ഭാരവുമാണ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റെഗോസോറസുകളും നമ്മൾ പരിചയപ്പെട്ട മറ്റ് ദിനോസറുകളെ പോലെ തന്നെ സസ്യബുക്കുകളായ ദിനോസറുകളാണ്. ഇവ ജീവിച്ചിരുന്നത് ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് കണക്കാക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം സസ്യബുക്കുകളായ ദിനോസറുകളെ മാത്രമാണ്. അന്ന് 60% കൂടുതലുണ്ടായിരുന്നത് ഈ സസ്യബുക്കുകൾ തന്നെയാണ്. മിച്ചമുള്ള 40% ഭീകരന്മാർ. മാംസബുക്കുകളായ അവരായിരുന്നു അക്കാലത്തെ ഏറ്റവും മികച്ച വേട്ടക്കാർ. ഈ മാംസബുക്കുകളിൽ ഏറ്റവും ഭീകരനും മികച്ച വേട്ടക്കാരനും ടൈറനോസോറസ് റെക്സ് എന്ന ടീറക്സ് ആയിരുന്നു. ഈ പേരിൻ്റെ അർത്ഥം തന്നെ നിഷ്ഠൂരനായ ഉരകജീവികളുടെ രാജാവ് എന്നാണ്. ബുള്ളറ്റ് പ്രൂഫ് പോലുള്ള തൊലിയും നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും മണം പിടിക്കുന്നതിനുള്ള പ്രത്യേക കഴിവും ഇതെല്ലാം മറ്റു ദിനോസറുകളിൽ നിന്നും ഇവയ്ക്കുള്ള പ്രത്യേകതയായിരുന്നു. ടീറക്സിൻ്റെ ഒരു പല്ലിൻ്റെ വലിപ്പം 13 ഇഞ്ചിലും കൂടുതലാണ്. കരയിലെ മറ്റു ജീവജാലങ്ങളുടെ എല്ലാം പേടിസ്വപ്നമായിരുന്നു ടീറക്സ്. ഇതുപോലെ മാംസബുക്കുകളായ ഭീകര ദിനോസറുകൾ വേറെയും ഉണ്ടായിരുന്നു. ക്രോക്കോഡൈലമോർഫ എന്ന ഇന്നത്തെ മുതലയെ പോലിരിക്കുന്ന ഈ ജീവിയും അന്നത്തെ ഭീകരനായ ഒരു വേട്ടക്കാരനായിരുന്നു. ഈ വലിയ ജീവികൾക്ക് പുറമെ ഇന്നത്തെ ധാരാളം ചെറുജീവികളുടെ പൂർവികരും അന്ന് രൂപപ്പെട്ടിരുന്നു. തവളയുടെയും അരണയുടെയും പൂർവികർ, ധാരാളം പ്രാണിവർഗങ്ങൾ, ഞണ്ട്, ചെമ്മീൻ, ചിലന്തി വർഗ്ഗങ്ങൾ, തേളുകൾ, അതോടൊപ്പം തന്നെ സസ്തനികളും വളരെ വ്യത്യസ്ത വർഗ്ഗങ്ങളായി പരിണമിക്കാൻ തുടങ്ങി. ഈ ജുറാസിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന സസ്തനികളെല്ലാം വളരെ വലിപ്പം കുറഞ്ഞ കുഞ്ഞന്മാരായിരുന്നു. കരയിലേതുപോലെ തന്നെ ആ സമയത്ത് കടലിനുള്ളിലും വളരെ വ്യത്യസ്തമായ തരത്തിൽ ജീവൻ പരിണമിക്കുന്നുണ്ടായിരുന്നു. ടെറാസിക് കാലം പോലെ തന്നെ ജുറാസിക് കാലത്തും സമുദ്രങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് ഉരക രാജാക്കന്മാർ തന്നെയാണ്. അവരെല്ലാം തന്നെ കരയിൽ വെച്ച് പരിണാമങ്ങൾ സംഭവിച്ച് കടലിലേക്കിറങ്ങി ജീവിച്ചവരായിരുന്നു. അവരിലെ ഏറ്റവും ഭീകരന്മാർ ഇത്തിയാസോറസ്, ക്ലിസിയോസോറസ് എന്നീ വിഭാഗങ്ങളിൽപ്പെടുന്ന ഉരക ജീവികളാണ്. ഒരുപാട് വലിപ്പമുള്ള ഭീകര ജീവികളായിരുന്നു അവ.
സ്റ്റെനോപ്റ്റൈഡർ, ഒക്ടലമോസോറസ്, ഇവയെ കൂടാതെ വളരെ വ്യത്യസ്തങ്ങളായ മത്സ്യവർഗ്ഗങ്ങൾ, സ്രാവുകൾ, ആർത്രോപോഡ്സ്, അങ്ങനെ വളരെ വ്യത്യസ്തമായ തരത്തിൽ ജീവൻ പരിണമിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു. ഈ കാലഘട്ടത്തിൽ കരയിലും വെള്ളത്തിലും എന്ന പോലെ തന്നെ ആകാശത്തെയും ഭരിച്ചിരുന്നത് ഉരഗജീവികൾ തന്നെയാണ്. ലോകത്ത് ആദ്യമായി പക്ഷികൾ ഉണ്ടാകുന്നതും കാലഘട്ടത്തിൽ തന്നെയാണ്. ആദ്യമായി പരിണമിച്ച പക്ഷികൾ കാഴ്ചയിൽ കുഞ്ഞു ദിനോസറുകളെ പോലെ തന്നെയായിരുന്നു. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായുണ്ടായ 1/2 മീറ്റർ മാത്രം വലിപ്പമുള്ള പക്ഷിയാണ് ആർക്കിയോടെറിക്സ്. ഈ കാലഘട്ടത്തിലും ആകാശത്ത് നിറയെ ഉണ്ടായിരുന്നത് ടെറോസോറുകൾ തന്നെയായിരുന്നു. സങ്കാരി ടെറാസ്, ട്രോപ്പിയോനാദസ് ഇവയായിരുന്നു അന്നത്തെ ഏറ്റവും ഭീകരന്മാർ. 200 കിലോഗ്രാമോളം ഭാരവും ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ അത്രയും വലിപ്പവുമുള്ള പറക്കുന്ന ഉരഗജീവികൾ. അന്നേ വരെ ഭൂമിയിൽ പുഷ്പങ്ങളും പഴങ്ങളും ഉണ്ടായിരുന്നില്ല. ക്രിട്ടീഷ്യസ് കാലത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മുടെ ഭൂമിയിൽ ആദ്യമായി പഴവർഗ്ഗങ്ങളും പുഷ്പങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ ഭൂമിയിൽ മുഴുവൻ മനോഹരങ്ങളായ പുഷ്പങ്ങൾ നിറഞ്ഞു. അതോടൊപ്പം ധാരാളം പ്രാണിവർഗ്ഗങ്ങളും ചിത്രശലഭങ്ങളും ഉണ്ടായി. അവ ഭൂമി മുഴുവൻ പെരുകി. ഈ ക്രിട്ടീഷ്യസ് കാലത്ത് കരയിൽ ജീവിച്ചിരുന്ന അതിഭീകരന്മാരായ ദിനോസറുകൾ ടീറക്സുകളും ട്രൈസെറാഡോർസും അർജന്റീനോസോറസുമായിരുന്നു. ഈ കാലഘട്ടത്തിലും ആകാശം മുഴുവൻ ടെറോസോറുകളായിരുന്നു. അതായത് മെസോസോയിക് യുഗം മുഴുവൻ ആകാശത്തെ ഭരിച്ചിരുന്നത് ടെറോസോറുകൾ എന്ന പറക്കുന്ന ഉരഗജീവികളാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആരംഭം മുതൽ തന്നെ സസ്തനികൾ വ്യത്യസ്ത തരത്തിലേക്ക് പരിണമിച്ചു തുടങ്ങി. അവയ്ക്ക് ഉയരം വെച്ചു ഇര പിടിക്കുന്ന തരത്തിലേക്ക് അവ പരിണമിച്ചു. അവയ്ക്ക് വലിയ തോതിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിലും ഈ കാലഘട്ടം മുഴുവനും സസ്തനികൾ മാംസബുക്കുകളായ ദിനോസറുകളുടെ ആഹാരമായിരുന്നു. ട്രയാസിക് കാലവും ജുറാസിക് കാലവും എന്ന പോലെ തന്നെ ഈ ക്രിട്ടീഷ്യസ് കാലത്തിലും സമുദ്രങ്ങളെ അടക്കി ഭരിച്ചിരുന്നത് ഭീകര ഉരഗജീവികൾ തന്നെയായിരുന്നു. അങ്ങനെ ഭൂമിയുടെ എല്ലാ കോണിലും ജീവൻ വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ തരത്തിൽ പരിണമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു മെസോസോയിക് യുഗത്തിലെ അവസാനത്തെ കാലഘട്ടമായ ഈ ക്രിട്ടീഷ്യസ് കാലഘട്ടം. പാലിയോജീൻ കാലത്തിൻ്റെ തുടക്കത്തിൽ പണ്ട് ദിനോസറുകളടക്കം മറ്റ് ഭീകരജീവികളുടെ എല്ലാം ഇരകൾ മാത്രമായിരുന്ന സസ്തനികൾ ശത്രുക്കൾ ഇല്ലാതായതോടെ ആഹാരമന്വേഷിച്ച് വളരാൻ തുടങ്ങി. അവർ തങ്ങളുടെ അതിജീവനത്തിനു വേണ്ടി എന്തും ചെയ്യാനും എന്തും കഴിക്കാനും തയ്യാറായിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും അവരിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ സംഭവിക്കുകയും വലിയ പരിണാമങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന വ്യത്യസ്ത തരത്തിലെ ജീവജാലങ്ങളായി പരിണമിക്കാൻ തുടങ്ങി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മിലേക്കുള്ള പരിണാമത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വനങ്ങളിൽ മുഴുവൻ സസ്തനികൾ വളരെ സമൃദ്ധമായി ജീവിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു പാലിയോജീൻ. ഇരപിടിയന്മാരായ ജീവികളുടെ എല്ലാം പുതുപൂർവികൻ എന്ന് കരുതപ്പെടുന്ന ചെറിയ സസ്തനികളായ മയാസിഡുകൾ, 12 അടിയോളം നീളവും 1000 കിലോഗ്രാമോളം ഭാരവുമുള്ള അന്നത്തെ ഒരു ഭീകര ഇരപിടിയനായ ആൻഡ്രിയോസാർക്കസ്, തിമിംഗലങ്ങളുടെ പൂർവികരായിരുന്ന ആർക്കിയോസീഡ്സ്, ആനകളുടെ പൂർവികരായിരുന്ന ഇന്നത്തെ ഒരു പന്നിയുടെ അത്രയും മാത്രം വലിപ്പമുള്ള സസ്യബുക്കുകളായ മൊയ്രിയോതൈര്യം, ഇന്നത്തെ കാണ്ടാമൃഗങ്ങളുടെ പൂർവികന്മാരായ 5 മീറ്റർ ഉയരവും 9 മീറ്റർ നീളവും 5000 മുതൽ 20000 കിലോഗ്രാം വരെ ഭാരവുമുള്ള പാരാസിറാത്തേരിയം. അങ്ങനെ വ്യത്യസ്ത തരങ്ങളിലേക്ക് സസ്തനികൾ പരിണമിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പാലിയോജീൻ. നിയോജീനിൻ്റെ ആദ്യ സമയമായ മയോസീൻ കാലഘട്ടത്തിലാണ് കരയിലും വെള്ളത്തിലും വൈവിധ്യമാർന്ന തരത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത തരങ്ങളായി പരിണമിച്ച സസ്തനികൾ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. കരടികളുടെയും ഹൈനകളുടെയും പൂർവികർ, മാൻവർഗ്ഗങ്ങൾ, ആനകൾ, പുലികൾ പോലെയുള്ള വലിയ പൂച്ചവർഗ്ഗങ്ങൾ, കങ്കാരുകൾ, അങ്ങനെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന പല ജീവജാലങ്ങളും ജനിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഭൂമിയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന വലിയ മഴക്കാടുകളെല്ലാം ചെറിയ പുൽമേടുകളായി മാറിയതും സമുദ്രത്തിൽ അനേകം ജീവജാലങ്ങളുണ്ടായതും വ്യത്യസ്ത തരങ്ങളിലുള്ള തിമിംഗലങ്ങൾ രൂപം കൊണ്ടതുമെല്ലാം ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ്. സസ്തനികൾക്ക് വലിയ തരത്തിൽ രൂപമാറ്റങ്ങൾ സംഭവിച്ചത് അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ രൂപമാറ്റം സംഭവിക്കുന്ന ആ അവസ്ഥയെ പ്രോട്ടോ പ്രീമിയേറ്റ് എന്നാണ് പറയുന്നത്. മണ്ണിലൂടെ നടക്കുന്നതിനും മരത്തിൽ കയറുന്നതിനും വസ്തുക്കൾ എടുത്തു പിടിക്കുന്നതിനും കഴിയുന്ന തരത്തിൽ
അവരുടെ കൈകൾക്കും കാലുകൾക്കുമെല്ലാം ഒരേപോലെ രൂപമാറ്റം വന്നു. അങ്ങനെ പരിണമിച്ച അവർ പല വർഗങ്ങളായി വേർതിരിഞ്ഞു. ഈ മയോസീൻ കാലഘട്ടത്തിൽ തന്നെയാണ് മനുഷ്യരാശിയും പിറവിയെടുക്കുന്നത്. മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും പൊതുപൂർവികരായ ജീവിയാണ് സലൻട്രാടോപ്പസ് കാരൻസിസ്. മയോസീൻ കാലഘട്ടത്തിൻ്റെ അവസാനമായപ്പോഴേക്കും ഈ പൊതുപൂർവികനിൽ നിന്നും അവർ വേർപിരിഞ്ഞു. ഈ കാലഘട്ടം തുടങ്ങുന്നതിന് മുൻപ് ആഫ്രിക്കയിലെ വനങ്ങളിലാണ് നമ്മുടെ പൂർവികരുടെ പരിണാമം ആരംഭിക്കുന്നത്. കൈകളും കാലുകളും ഉപയോഗിച്ച് വസ്തുക്കൾ എടുത്തു പിടിക്കാൻ സാധിക്കുന്ന തരത്തിലും ആഫ്രിക്കയിലെ വലിയ വനങ്ങൾക്ക് മുകളിൽ കയറി താമസിക്കാൻ കഴിയുന്ന തരത്തിലുമായിരുന്നു നമ്മുടെ ആദ്യത്തെ പൂർവികരുടെ ശരീരഘടന. അവർ കൈകളും കാലുകളും ഒരേപോലെ ഉപയോഗിച്ച് നാൽക്കാലികളെ പോലെയായിരുന്നു നടന്നിരുന്നത്. സെഹലാൻഡ്രോപ്പസ്, ഒറോറി, ആർട്ടിപിത്തക്കസ് ഇവരായിരുന്നു പൊതുപൂർവികരിൽ നിന്നും പരിണാമം പ്രാപിച്ച നമ്മുടെ ആദ്യത്തെ പൂർവ്വപിതാക്കന്മാർ. തങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന വലിയ മരങ്ങൾക്ക് മുകളിൽ നിന്നും അവർ താഴത്തെ പുൽമേടുകളിലേക്ക് ഇറങ്ങി വന്നു. പുൽമേടുകളിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടുക എന്നത് അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി അവർ ആദ്യമായി മരക്കമ്പുകൾ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ വനങ്ങളില്ലാതായതോടെ അവർക്ക് ആഹാരം ലഭിക്കാതെയായി. കാരണം അന്നുവരെ അവർ ഭക്ഷിച്ചിരുന്നത് പഴവർഗ്ഗങ്ങൾ മാത്രമായിരുന്നു. ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണിയായി പോയതോടെ സസ്യബുക്കുകളായിരുന്ന പൂർവികർ ആ അവസ്ഥയെ അതിജീവിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. സ്വയരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ വന്യമൃഗങ്ങളെ വേട്ടയാടി. എന്നാൽ പഴയതുപോലെ നാലുകാലിൽ നടന്നാൽ വേട്ടയാടാനും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും ദൂരെയുള്ള കാഴ്ചകൾ കാണുന്നതിനും വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി മനുഷ്യരുടെ പൂർവികർ 2 കാലിൽ നിവർന്നു നിന്നു. ഇന്ന് നമ്മൾ നടക്കുന്നത് പോലെ നടക്കാനും നല്ല വേഗതയിൽ ഓടാനും തുടങ്ങി. പിന്നീട് കാലങ്ങൾ കഴിയുന്തോറും അതിജീവനത്തിൻ്റെ ഭാഗമായി മനുഷ്യനിൽ വലിയ പരിണാമങ്ങൾ സംഭവിച്ചു. ഏകദേശം 30 ലക്ഷം വർഷങ്ങൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ച മനുഷ്യൻ 4 അടി ഉയരവും 40 കിലോഗ്രാം ഭാരവുമുള്ള ഓസ്ട്രാലോപിത്തക്കസ് എന്ന വിഭാഗമായി പരിണമിച്ചു. പഴയതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഓസ്ട്രാലോപിത്തക്കസുകളെയും ആക്രമിക്കുക പതിവായിരുന്നു. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ആദ്യമായി മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ തുടങ്ങുന്നതും കല്ല് ഒരു ആയുധമായി ഉപയോഗിച്ചു തുടങ്ങുന്നതും മനുഷ്യരുടെ പൂർവികരായ ഈ ഓസ്ട്രാലോപിത്തക്കസുകളാണ്. മനുഷ്യരിങ്ങനെ ആദ്യമായി കൂട്ടമായി ജീവിച്ചു തുടങ്ങിയത് പ്ലയോസിൻ കാലഘട്ടത്തിൻ്റെ അവസാന സമയത്താണ്. അങ്ങനെ വർഷങ്ങൾ ധാരാളം കടന്നുപോയി. മനുഷ്യരുടെ പൂർവികർ വ്യത്യസ്ത തരത്തിലേക്ക് പരിണമിച്ചുകൊണ്ടേയിരുന്നു. ക്വാട്ടർനറി കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ 20-ലധികം വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ ഹോമോ ഹബിലിസുകളാണ് നമ്മളുമായി ഏറ്റവും കൂടുതൽ സാമ്യമുണ്ടായിരുന്ന മനുഷ്യവർഗം. ഏകദേശം 16 ലക്ഷം വർഷക്കാലത്തോളമാണ് അവർ ജീവിച്ചിരുന്നത്. കല്ലുകളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ ആദ്യമായി നിർമ്മിച്ച് വേട്ടയാടാൻ തുടങ്ങുന്നത് ഈ ഹോമോ ഹബിലിസുകളായിരുന്നു. അവരിൽ നിന്നും വ്യത്യസ്ത തരത്തിൽ മനുഷ്യർ പരിണമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വ്യത്യസ്തമായി പരിണമിച്ച മനുഷ്യവർഗ്ഗങ്ങളിൽ ഒന്നാണ് ഹോമോ ഇറക്ടസ്. മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല സുപ്രധാനമായ സംഭവങ്ങൾ നടക്കുന്നത് ഹോമോ ഇറക്ടസുകൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിലാണ്. ഹോമോ ഇറക്ടസുകളാണ് ആദ്യമായി ആശയവിനിമയങ്ങൾ നടത്തുന്നത്. അതിനുവേണ്ടി അവർ പല ശബ്ദങ്ങളും പുറപ്പെടുവിച്ചു. ഹോമോ ഇറക്ടസുകൾ നടത്തിയ ഈ ആശയവിനിമയത്തിലൂടെയാണ് ആദ്യമായി ഭാഷകൾ രൂപപ്പെടുന്നത്. മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയതും ഇവരാണ്. മറ്റു ജീവജാലങ്ങളൊന്നും അന്നേ വരെ കണ്ടിട്ടില്ലാത്ത, മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും എന്നേക്കുമായി മാറ്റിമറിച്ച തീ എന്ന ശക്തി അവർ കണ്ടെത്തി. മാത്രമല്ല, തങ്ങളുടെ പൂർവികർ ലക്ഷക്കണക്കിന് വർഷങ്ങളോളമായി താമസിക്കുന്ന ആഫ്രിക്കയിൽ നിന്നും അവർ സമീപത്തുള്ള ഭൂഖണ്ഡങ്ങളിലേക്ക് പോയി. അങ്ങനെ ഏഷ്യയിലും യൂറോപ്പിലും മനുഷ്യരെത്തപ്പെട്ടു. വീണ്ടും അനേക വർഷങ്ങൾ മുന്നോട്ട് പോയി. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പൂർവികർക്ക് പരിണാമങ്ങൾ സംഭവിച്ച് ഹോമോസാപ്പിയൻസ് എന്ന നമ്മളായി മാറുന്നത്. അതായത് ഹോമോ ഇറക്ടസിൻ്റെ പിൻഗാമികളായ ഹോമോ ഹേഡൻബർഗ്സിൽ നിന്നും മറ്റ് 7 മനുഷ്യവർഗ്ഗങ്ങൾക്കൊപ്പം ഹോമോസാപ്പിയൻസും ഹോമോ നിയണ്ടർതാൾസും പരിണമിച്ചു. എന്നാൽ പ്രതികൂലമായി വന്ന സാഹചര്യങ്ങളെ ഒന്നും അതിജീവിക്കാൻ സാധിക്കാതെ ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യനൊഴികെ മറ്റെല്ലാ മനുഷ്യവർഗ്ഗങ്ങൾക്കും വംശനാശം സംഭവിച്ചു. കാലങ്ങൾ കഴിയുന്തോറും മനുഷ്യർ മറ്റ് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെയുള്ള സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് മനുഷ്യൻ ലോകം മുഴുവൻ വ്യാപിച്ചു. ഓരോ പ്രദേശങ്ങളിലും അവർ നദീതീരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂട്ടമായി പാർത്തത്. ആ പ്രദേശങ്ങളിലെല്ലാം ഓരോ പ്രത്യേകമായ സംസ്കാരങ്ങൾ രൂപപ്പെട്ടു. അവർക്ക് പ്രത്യേക ഭാഷകളും. മരത്തിൻ്റെയും മൃഗങ്ങളുടെയും തോലുകൾ ഉപയോഗിച്ച് അവർ വസ്ത്രങ്ങൾ നെയ്ത് ധരിക്കാൻ തുടങ്ങി.
കൃഷി ചെയ്യാൻ തുടങ്ങി. കാലങ്ങൾ കഴിയുന്തോറും തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് മറ്റ് സകല ജീവജാലങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് മനുഷ്യൻ ഒരുപാട് വളർന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ വലിയ മരത്തിന് മുകളിൽ ജീവിച്ചിരുന്ന അവൻ ഇന്ന് ലോകത്തെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞു. ബഹിരാകാശത്തും തൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേകകോശ ജീവിയായി രൂപം കൊണ്ട ജീവൻ കോടാനുകോടി വർഷക്കാലത്തെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് ഇന്ന് നമ്മളടങ്ങുന്ന ഈ വ്യത്യസ്ത ജീവജാലങ്ങളും സസ്യജാലങ്ങളും എല്ലാമായി മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.